നമ്മൾ മനുഷ്യർ നമ്മുടെ ക്യൂരിയോസിറ്റിയെ എക്സ്പ്ലോർ ചെയ്യാറുണ്ട്. സ്പേസ്ഷിപ്സും സാറ്റലൈറ്റ്സും ഉപയോഗിച്ച് സ്പേസിന്റെ പല ഭാഗങ്ങളിലും മനുഷ്യർ നേരിട്ട് എത്തിച്ചെന്നിട്ടും അല്ലാതെയും പല കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിലും കോംപ്ലിക്കേറ്റഡ് ആയ, മനുഷ്യന് ഡയറക്റ്റ് ആയിട്ടും മെഷീനറീസ് കൊണ്ടും എത്തിച്ചേരാൻ പറ്റാത്ത കോംപ്ലിക്കേറ്റഡ് ആയ ഒരു സിസ്റ്റം, അതെ, നമ്മുടെ ഭൂമി. നമ്മൾ നിൽക്കുന്ന ഭൂമി. ഈ ഭൂമിയിലേക്ക് എത്ര ആഴത്തിൽ മനുഷ്യൻ എത്തിച്ചെന്നിട്ടുണ്ട്, എത്ര ആഴത്തിൽ അവർക്ക് എക്യുപ്മെന്റ്സ് എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. ഭൂമിയിൽ ഏറ്റവും ആഴത്തിൽ കുഴിച്ച കുഴി ഏതാണ്? അതിന്റെ പേര് കോള സൂപ്പർ ഡീപ് ബോർഹോൾ. 1970-ൽ കോൾഡ് വാർ കാലത്ത് റഷ്യയുടെ വടക്കൻ ഭാഗമായ ആർട്ടിക് സർക്കിളിനടുത്ത് ഒരു അസാധാരണമായ പരീക്ഷണം നടന്നു. ഇത് എണ്ണയ്ക്കോ സ്വർണത്തിനോ വേണ്ടിയല്ല, പക്ഷേ അവർ കുഴിച്ചു. എന്തിന്? ഭൂമിയുടെ അടിയിൽ എന്താണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റിന്റെ മേൽ. 1 വർഷമല്ല, 2 വർഷമല്ല, 10 വർഷമല്ല, 20 വർഷം കുഴിച്ചു. എന്നിട്ട് അവർ എത്തിച്ചേർന്നതോ 12,262 മീറ്റർ, അതായത് ഓൾമോസ്റ്റ് 12.2 കിലോമീറ്റർ. ഇത് എത്രയാണെന്ന് വെച്ചാൽ മൗണ്ട് എവറസ്റ്റ് പൊടിച്ച് കുഴിയിൽ ഇട്ടാലും ഈ കുഴി നിറയില്ല, അത്രയ്ക്ക് ആഴം. പക്ഷെ ഇതിന്റെ വലുപ്പം ഒരു ഡിന്നർ പ്ലേറ്റിന്റെ അത്ര മാത്രം, അതായത് 23 സെന്റിമീറ്റർ. ആലോചിച്ച് നോക്കൂ, ഒരു ചെറിയ റൗണ്ട്, പക്ഷേ 12.2 കിലോമീറ്റർ. ഭൂമിയിലെ ഏറ്റവും ആഴമുള്ള സമുദ്രത്തിന്റെ അടി, അതായത് മറിയാന ട്രഞ്ച്, അത് വെറും 11 കിലോമീറ്റർ ആണ്. ഇത് 12.2, അത്രയ്ക്ക് ഡീപ്പ്. എന്തുകൊണ്ട് ഇവർ ഇത് നിർത്തി? 12.2 കിലോമീറ്റർ എത്തിയപ്പോൾ എന്തുകൊണ്ട് ഇത് നിർത്തേണ്ടി വന്നു? ഒന്നാമത് നമ്മൾ പറഞ്ഞ പോലെ ടെമ്പറേച്ചർ 180 ഡിഗ്രി സെൽഷ്യസ്. അത് ചെറിയൊരു ചൂടല്ല, മെഷീനുകൾ തകരുന്നു. പിന്നെന്താണ്? പിന്നെ സോവിയറ്റ് യൂണിയൻ തകർന്നു, അതോടെ ഫണ്ടിങ്ങും നിന്നു. ശാസ്ത്രജ്ഞർ എക്സ്പെക്ട് ചെയ്തത് വെറും 100 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു, പക്ഷെ അവിടുത്തെ ടെമ്പറേച്ചർ 180 ഡിഗ്രി സെൽഷ്യസ്. അതേപോലെ അവിടുത്തെ പാറകൾ പ്ലാസ്റ്റിക് പോലെ ബിഹേവ് ചെയ്യുന്നു. അവിടെ ഹൈഡ്രജൻ ഗ്യാസിന്റെ പ്രസൻസ്, അതുപോലെ ബില്യൺ കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ഫോസിൽസ്. ജീവൻ ഇല്ലാത്ത ഒരു പ്രദേശത്ത് പോലും ജീവന്റെ തുടിപ്പ്. ഇപ്പോൾ ആ കുഴി അടച്ചു മൂടിയിരിക്കുന്നു, പക്ഷെ അത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നമ്മൾ ബഹിരാകാശം കുറെ എക്സ്പ്ലോർ ചെയ്തു, സമുദ്രം എക്സ്പ്ലോർ ചെയ്തു. എന്നാൽ ഇപ്പോഴും നമ്മുടെ കാലിനടിയിൽ കിടക്കുന്ന ഭൂമി എത്രത്തോളം എക്സ്പ്ലോർ ചെയ്യാൻ ബാക്കിയുണ്ട് എന്നുള്ളതാണ്. ടെക്നോളജി വളരുന്നു, ശാസ്ത്രത്തിന്റെ പല ശാഖകളും വളരുന്നു. കൂടുതൽ ഭൂമിയെ എക്സ്പ്ലോർ ചെയ്യപ്പെടുമെന്ന് നമുക്ക് വിശ്വസിക്കാം.